Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. Calicut University BCom 5th semester ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, റേഷ്യോ അനാലിസിസ്. സോ റേഷ്യോ അനാലിസിസിന്റെ ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് കണ്ടു, അക്കോർഡിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ്, അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ് ആൻഡ് ലാസ്റ്റ് വൺ മൂന്നാമതായിട്ട് നേച്ചറിന്റെയും അല്ലെങ്കിൽ ഫങ്ഷൻസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ മൂന്നാമത് നേച്ചറിന്റെ അക്കോർഡിംഗ് ടു നേച്ചർ 5 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് റേഷ്യോനെ, അല്ലെങ്കിൽ റേഷ്യോ അക്കൗണ്ട് ഈ പറയുന്ന നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന റേഷ്യോസിനെ. നമ്പർ 1 ലിക്വിഡിറ്റി റേഷ്യോസ്, then number 2 leverage ratios, number 3 activity ratios, number 4 profitability ratios and last one market test ratio. ഇങ്ങനെ 5 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നേച്ചറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത ഈ 5 ടൈപ്പാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ട്. അതിൽ നമ്പർ 1 ലിക്വിഡിറ്റി റേഷ്യോസ് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ ഞാൻ അതിന്റെ കൺസെപ്റ്റ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ലിക്വിഡിറ്റി റേഷ്യോസ് മീൻസ് ഒരു സ്ഥാപനത്തിന്റെ ഷോർട്ട് ടൈം സോൾവൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യാം. ഷോർട്ട് ടൈം സോൾവൻസി മീൻസ് എന്താ? നമുക്ക് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഷോർട്ട് ടൈം ലയബിലിറ്റി നമുക്ക് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ലിക്വിഡിറ്റി റേഷ്യോയിൽ മെയിൻ ആയിട്ട് നമുക്ക് 2 റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. നമ്പർ 1 കറന്റ് റേഷ്യോ, നമ്പർ 2 ക്വിക്ക് റേഷ്യോ. ഈ 2 റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോയിൽ ആദ്യത്തെ കറന്റ് റേഷ്യോ, രണ്ടാമത്തെ ക്വിക്ക് റേഷ്യോ. അതിൽ ആദ്യത്തെ റേഷ്യോ കറന്റ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലിക്വിഡിറ്റി റേഷ്യോയിൽ ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് റേഷ്യോ ആണ്. കറന്റ് റേഷ്യോ. സോ കറന്റ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കറന്റ് റേഷ്യോയിൽ പറയുന്നത്. എന്താണ് ഇക്വേഷൻ? കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. ഓക്കെ, ദെൻ ഈ ഒരു കറന്റ് റേഷ്യോയുടെ ഐഡിയൽ സ്റ്റാൻഡേർഡ്, നമുക്ക് എല്ലാ റേഷ്യോസിനും അങ്ങനെ ഐഡിയൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, പക്ഷേ കുറച്ചൊക്കെ റേഷ്യോസിന് ഐഡിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു സ്ഥാപനത്തിലെ കറന്റ് റേഷ്യോയുടെ ഐഡിയൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സാധാരണ പറയുന്നത് ഐഡിയൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത് 2:1 ആണ്. ദാറ്റ് മീൻസ് കറന്റ് അസറ്റ് എത്രയാണ്? കറന്റ് ലയബിലിറ്റി ആണ് 1, കറന്റ് അസറ്റ് ആണ് 2. സോ കറന്റ് ലയബിലിറ്റി എത്രയാണോ ഉള്ളത് അതിന്റെ ഇരട്ടി, അത്രയാണ് നമുക്ക് കറന്റ് അസറ്റ് ഐഡിയൽ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഐഡിയൽ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ ഒരു പ്രോബ്ലത്തിലെ കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, ദെൻ കറന്റ് ലയബിലിറ്റി ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, ടോട്ടലി കറന്റ് അസറ്റ് ടോട്ടൽ ചെയ്യുക, കറന്റ് ലയബിലിറ്റി ടോട്ടൽ ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ ഈസിലി നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? കറന്റ് റേഷ്യോ എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഐഡിയൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ഇന്റർപ്രിട്ടേഷനും കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പൊ കറന്റ് അസറ്റ്സ്, കറന്റ് ലയബിലിറ്റി ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. എന്നാലും ജസ്റ്റ് ഒന്ന് പറയണോ. കറന്റ് അസറ്റ്സ് ആയിട്ട് ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിള്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അല്ല ഇങ്ങനത്തെ സ്റ്റോക്ക് ഇൻ ഇൻവെന്ററി നമ്മൾ പറഞ്ഞു, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെയാണ് നമുക്ക് കറന്റ് അസറ്റ്സ് ആയിട്ട് മനസ്സിലാക്കാനുള്ള. ദെൻ കറന്റ് ലയബിലിറ്റിയിലെ കേസിലോട്ട് പോകുമ്പോൾ ബിൽസ് പേയബിള്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന കറന്റ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. സോ മൂവിങ് ടു പ്രോബ്ലം. അപ്പൊ ഒരു ചെറിയൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കറന്റ് റേഷ്യോ. നമുക്ക് ക്വസ്റ്റ്യനില് മെഷീനറി, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡെറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് പേയബിൾ, എക്സ്പെൻസസ് പേയബിൾ, ലോങ് ടൈം ലോൺസ്, ഇത്ര ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇവിടെ എന്താണ്? കറന്റ് റേഷ്യോ ആണ്. സോ നമുക്ക് ആദ്യം തന്നെ കറന്റ് റേഷ്യോയുടെ ഇക്വേഷൻ ആണ് അപ്പൊ എഴുതണ്ടേ.
കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. സോ നമുക്ക് ആദ്യം തന്നെ എന്താ ഐഡന്റിഫൈ ചെയ്യണം? കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. കറണ്ട് അസറ്റ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കറണ്ട് അസറ്റ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ മെഷീനറി ഫിക്സ്ഡ് അസറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട് 2000 rupees. അപ്പോൾ അത് എഴുതാ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് 2000 rupees. ഓക്കെ. നമ്പർ 2 ഡെറ്റേഴ്സ് ഉണ്ട് ഒരു 1,67,500. അപ്പൊ നെക്സ്റ്റ് എഴുതാ സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് എമൗണ്ട് 1,67,500 rupees. ഓക്കെ. നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് 15,500 ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് 15,500. ഓക്കെ. Then next short term investment current asset ആണ്. So short term investment, long term പറ്റില്ല, short term investment. Okay. അപ്പോൾ എമൗണ്ട് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 20,000 rupees ആണ്. 20,000 rupees. Then next ഇനി സ്റ്റോക്ക് ഉണ്ട് ഒരു 1,45,000. അപ്പൊ നെക്സ്റ്റ് എഴുതാ സ്റ്റോക്ക് 1,45,000 rupees. അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് കറണ്ട് അസറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3,50,000 rupees ആണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് വേണ്ടത്? കറണ്ട് ലയബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാം. കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ 1 ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യം എഴുതാം സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് വരുന്നത് 1,50,000 rupees. 1,50,000 rupees. 1,50,000 ഉള്ളൂ. Then next bills payable ഒരു 38,000 rupees ഉണ്ട്. Bills payable BB 38,000 rupees. And last one expenses payable 12,000. Expenses payable ആയതുകൊണ്ടാണ് 12,000. പിന്നെയുള്ളത് ലോങ് ടൈം ലോൺ ആണ്. അതെന്തല്ല 12,000 അല്ലേ ഉള്ളൂ. 12,000 rupees ഉള്ളൂ കേട്ടോ. 1,20,000 അല്ല 12,000 ഉള്ളൂ. സോ നമുക്ക് ലോങ് ടൈം ലോൺസ് ലോങ് ടൈം ലയബിലിറ്റി ആണ് ഇതിന് വരില്ല. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. കറണ്ട് ലയബിലിറ്റി നോക്കുന്ന സമയത്ത് മൂന്നും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും നോക്കിയേ? 2 lakh rupees ആണ് വരുന്നത്. 2 lakh rupees. ഓക്കെ. അപ്പോ കറണ്ട് അസറ്റ്സ് 3,50,000, കറണ്ട് ലയബിലിറ്റി 2 lakhs കിട്ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോ നോക്കിയേ കറണ്ട് അസറ്റ് എത്രയാ? 3,50,000 rupees ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 2 lakh rupees ആണ് വരുന്നത്. അപ്പൊ എത്രയാ നോക്കിയേ? എത്ര വരും? 1.75:1 അല്ലെ? നമുക്ക് ഇങ്ങനെയല്ല പറയാൻ പറ്റുക. ഡിവൈഡ് ചെയ്യുമ്പോ 1.75:1 ഇതാണ് കറണ്ട് റേഷ്യോ ആയിട്ട് കിട്ടിയ. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇന്റർപ്രിട്ടേഷനിലോട്ട് പോകുമ്പോ എന്താണ് പറയാൻ സാധിക്കുക? കറണ്ട് അസറ്റ്സ് 1 ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റി നമുക്ക് 1.75 ഉണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം എന്താണ് നമുക്ക് ഷോർട്ട് ടൈം സോൾവൻസി അവിടെ ഉണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് നമ്മൾ സാധാരണ പറയാറ് 2:1 ആണ്. സോ ഇറ്റ് ഈസ് ബിലോ ദി സ്റ്റാൻഡേർഡ് ആണ്. ഇങ്ങനെയാണ് നമുക്കൊരു ഇന്റർപ്രിട്ടേഷനിലോട്ട് എത്താൻ പറ്റാം. എന്താണ് ലോങ് ടൈം എന്താണ് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് തീർക്കാനുള്ള വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും വരില്ല. ബിക്കോസ് കറണ്ട് അസറ്റ്സ് 1 ആണെങ്കിൽ ഇത് 1.75 ഉണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ്. ഇതാണ് നമുക്കൊരു ഇന്റർപ്രിട്ടേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ സാധിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ 1 ആദ്യത്തെ റേഷ്യോ കറണ്ട് റേഷ്യോ ആയിട്ട് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വേറൊരു പ്രോബ്ലത്തിലോട്ട് പോകേണ്ടത് അടുത്ത റേഷ്യോ, രണ്ടാമത്തെ റേഷ്യോ ആയിട്ട് ലിക്വിഡിറ്റി റേഷ്യോ പറയാനുള്ളത് ക്വിക്ക് റേഷ്യോ ആണ്. സോ ക്വിക്ക് റേഷ്യോനെ നമ്മൾ വേറെ 2 പേരും കൂടി പറയുന്നതാണ്. ക്വിക്ക് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ലിക്വിഡ് റേഷ്യോ. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. പലപ്പോഴും നമുക്ക് എന്താണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ തന്നെ ആവില്ല പറയാം, ലിക്വിഡ് റേഷ്യോ എന്നൊക്കെ ആവും പറയാം. അപ്പൊ 2-3 പേരുകളുണ്ട് ഈ പറയുന്ന ക്വിക്ക് റേഷ്യോക്ക്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്: ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. എന്താണ് ലിക്വിഡ് അസറ്റ്സ് divided by current liability. ഇപ്പൊ ചില ഇതിലൊക്കെ ക്വിക്ക് ലയബിലിറ്റി എന്നും പറയും. ദാറ്റ് മീൻസ്
ക്വിക്ക് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കറണ്ട് ലൈബിലിറ്റിന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് ക്വിക്ക് ലൈബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി. രണ്ട് രീതിയിലും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താ അറിയണം, എന്താണ് ലിക്വിഡ് അസറ്റ്സ്. ലിക്വിഡ് അസറ്റ്സ് എന്താണെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. സോ ലിക്വിഡ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് ആൻഡ് prepaid expenses. ഇതാണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് വ്യത്യാസം കറണ്ട് റേഷ്യോ ആയിട്ട്. നമ്മളിവിടെ അത്രത്തോളം ലിക്വിഡിറ്റി കൂടിയ അസറ്റ്സ് മാത്രം കൺസിഡർ ചെയ്യണം. അപ്പൊ അവിടെ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും അല്ലാണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയാം. സോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ്സിൽ നിന്ന് ഈ രണ്ട് ഐറ്റംസ് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും. ദെൻ കറണ്ട് ലൈബിലിറ്റി ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വിക്ക് ലൈബിലിറ്റി എന്നും പറയാറുണ്ട് ചില സമയത്ത്. ക്വിക്ക് ലൈബിലിറ്റി മീൻസ് എന്താണ്, കറണ്ട് ലൈബിലിറ്റി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പോയാൽ കിട്ടുന്നതാണ് ക്വിക്ക് ലൈബിലിറ്റി. ദെൻ ഇതിന്റെ ഐഡിയൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത് 1:1 ആണ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് ആയിട്ട് സാധാരണ വെക്കുന്നത് 1:1 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു ഇതിനെ പറഞ്ഞ വേറൊരു പേര് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റൻ ഇതാണ്, കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ ഫ്രം ദി ഫോളോയിങ്. ഡെറ്റേഴ്സ് BR ഉണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ്. ഇതാണ് ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ ആദ്യം എന്താണ് വേണ്ടത്, ക്വിക്ക് അസറ്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് എന്നൊക്കെ പറയാം. ലിക്വിഡ് അസറ്റ്സ് ആണ് വേണ്ടത്. അപ്പൊ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഐറ്റംസ് എടുക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ സാധാരണ കറണ്ട് അസറ്റ്സ് എടുക്കുമ്പോൾ ഈ രണ്ട് ഐറ്റംസ് എടുക്കാറുണ്ട്, ഇത് രണ്ടും എടുക്കാണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നോക്കിയേ ഏതൊക്കെ എടുക്കാൻ പറ്റും. ഡെറ്റേഴ്സ് ഉണ്ട്, എടുക്കാം. ആദ്യം എഴുതാ ഡെറ്റേഴ്സ്. എമൗണ്ട് വരുന്നത് 2 lakh rupees. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ ഉണ്ട്, BR ഉണ്ട്, 50,000 rupees. നെക്സ്റ്റ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, നോ പ്രോബ്ലം, എടുക്കാൻ കറണ്ട് അസറ്റ് ആണ്. ദെൻ മാർക്കറ്റബിൾ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. എമൗണ്ട് വരുന്നത് 1 lakh rupees ആണ്. മാർക്കറ്റബിൾ 1 lakh rupees. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ സാധിക്കില്ല, പ്രീപെയ്ഡ് എക്സ്പെൻസും എടുക്കാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ ഉള്ളത് ക്യാഷ് ആണ്. ക്യാഷ് എമൗണ്ട് 10,000 rupees. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ സാധിക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3,60,000 rupees ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എന്താണ് അറിയേണ്ടത്, കറണ്ട് ലൈബിലിറ്റി എത്ര എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ നെക്സ്റ്റ് കറണ്ട് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് ലൈബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് ഏതൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഞാൻ പറഞ്ഞു, ക്വിക്ക് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ BOD എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് OD, എമൗണ്ട് 1,75,000 rupees. Then next creditors 2,30,000. Creditors 2,30,000 rupees. Next bills payable amount പറഞ്ഞത് 75,000 rupees. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് നമുക്ക് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് വരുന്നത്. എമൗണ്ട് ടോട്ടൽ 4,80,000 rupees. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സും കിട്ടി, കറണ്ട് ലൈബിലിറ്റിയും കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്ര വരാ, is equal to 3,60,000 divided by current liability ഉള്ളത് 4,80,000 ആണ്. 4,80,000 is equal to answer 0.75 ആണ് വരുന്നത്. 0.75:1 ഇതാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെയും നമ്മുടെ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1:1 ആണ്. ഇവിടെ അത്രയില്ല, 0.75 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്റർപ്രിട്ടേഷനിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.75:1 ആണ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1:1 ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ബിലോ ദി സ്റ്റാൻഡേർഡ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് റേഷ്യോസ് ആണ് നമുക്ക് ഫസ്റ്റ് നേച്ചറിന്റെ ബേസിൽ ലിക്വിഡിറ്റി റേഷ്യോയിൽ പഠിക്കാനുള്ള. നമ്പർ 1 കറണ്ട് റേഷ്യോ, നമ്പർ 2 ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. നമ്മൾ ഓരോരോ റേഷ്യോസ് കഴിഞ്ഞതിന് ശേഷം വലിയ പ്രോബ്ലംസ്, ദാറ്റ് മീൻസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതൊക്കെ റേഷ്യോസ്, ഒരു 10-20 റേഷ്യോസ് നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഫുൾ പ്രോബ്ലംസ്, വലിയ പ്രോബ്ലംസ് ചെയ്യുന്നതാണ്.
ഇപ്പം നമ്മൾ ഓരോരോ പ്രോബ്ലംസ് ഓരോ റേഷ്യോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.